ഒരധ്യാപികയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഒരു കമൻ്റ് ഉണ്ടായത് തീർച്ചയായിട്ടും നിർഭാഗ്യകരമാണ്, അപലപനീയമാണ്. മഹാത്മാഗാന്ധി എന്ന് പറയുന്നത് ലോക ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത ഒരു പ്രതിഭാസമാണ്. അഹിംസയുടെയും സഹിഷ്ണുതയുടെയും സഹനത്തിൻ്റെയും പാതയിലൂടെ ഒരു രാജ്യത്തെ വിമോചിപ്പിച്ചെടുത്ത ഒരു മഹാപ്രതിഭാശാലിയായിരുന്നു അദ്ദേഹം. ഒരു രാജ്യത്തും രാഷ്ട്രപിതാവിനെ നെഞ്ചിൽ നിറതൊക്കൊഴിച്ച് കൊല ചെയ്യുക എന്നുള്ള ദാരുണ സംഭവം ഉണ്ടായിട്ടില്ല. അതുതന്നെ ഇന്ത്യയുടെ ഹൃദയത്തിന് ഏറ്റവും ഒരു മുറിവാണ് യഥാർത്ഥത്തിൽ. അതിനെ മഹത്വവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ ഒരു നന്ദികേട് ഉണ്ടാകാനില്ല. യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധിയെ കൊല ചെയ്തു എന്നുള്ള സംഭവം തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ അപമാനകരവും അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതുമായിരുന്നു. നന്ദികേടിൻ്റെ ഒരടയാളമായിട്ട് തന്നെ ആ പ്രവർത്തനത്തെ നമ്മൾ കാണേണ്ടതുണ്ട്. അതിൻ്റെ ഒരു ആവർത്തനം പോലെയാണ് ആ രക്തസാക്ഷിത്വത്തിന് ഇടയാക്കിയ വ്യക്തിയെ മഹത്വവൽക്കരിക്കുക എന്നുള്ളത്. ആ ഒരു പ്രവർത്തനമാണ് ഈ അധ്യാപികയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക് ശരിയായ ദേശാഭിമാന ബോധവും ശരിയായ ചരിത്രബോധവും പകർന്നു നൽകേണ്ടവരാണ് അധ്യാപകർ. നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ അചഞ്ചലമായ നിലയിൽ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ നാനാത്വത്തിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതുപോലെ ഹിന്ദു മുസ്ലിം മൈത്രി നമ്മുടെ നാടിന് അനിവാര്യമാണ് എന്ന് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ തെരുവുകൾ തോറും നടന്ന് പ്രഖ്യാപിച്ച ഒരു മഹാനായിട്ടുള്ള വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധി. അദ്ദേഹത്തെ രക്തസാക്ഷിയാക്കിയതിന് ഗോഡ്സെയെ മഹത്വവൽക്കരിക്കുക എന്നുള്ള പ്രവർത്തനം ഒരിക്കലും ഒരു അധ്യാപികയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടുള്ളതല്ല. അത് തെറ്റായൊരു സന്ദേശമാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്കും യുവതലമുറയ്ക്കുമൊക്കെ നൽകുക. അതുപോലെ മറ്റൊരു കാര്യം, ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഈ ഏജന്റുമാരെ നിയന്ത്രിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള നിയമം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു സർക്കാർ? അടുത്ത മന്ത്രിസഭാ യോഗത്തിലൊക്കെ അത് ചർച്ച ചെയ്യുമെന്ന് ഒരു കരട് ബില്ല് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ സെഷനിൽ അത് ചർച്ച ചെയ്യാൻ സാധ്യതയില്ല. ഇനി വരുന്ന നിയമസഭാ സെഷനിലേക്ക് തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കരട് ഇപ്പോൾ നിയമവകുപ്പ് പരിശോധിച്ചിട്ടുണ്ട്. അതായത് എല്ലാ സ്ഥാപനങ്ങളെയും കൂച്ചുവിലങ്ങിടുക എന്നുള്ളതല്ല അതിനർത്ഥം. തെറ്റായ നിലയിൽ വ്യാജമായ നിലയിൽ പ്രവർത്തിക്കുകയും കുട്ടികളെ തട്ടിപ്പിനിരയാക്കുകയും കബളിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് അവസരങ്ങളുണ്ട്, ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടാകുകയാണ്. ഇപ്പോൾ പല ഏജൻസികളും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരം തെറ്റായ നിലയിൽ പ്രവർത്തിക്കുന്ന ഏജൻസികളെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ബില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വിദ്യാർത്ഥികൾ വിദേശത്ത് നല്ല അവസരം തേടി പോകുന്നതിലൊന്നും ആർക്കും യാതൊരു എതിർപ്പുമില്ല. അത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുടെ ഗുണനിലവാരം കൂടുതലാണ് എന്നുള്ളത് കൊണ്ടാണ് കുട്ടികൾക്ക് അങ്ങനെ വിദേശ സർവകലാശാലകളിലൊക്കെ പ്രവേശനം ലഭിക്കാൻ സാധിക്കുന്നത്. മികച്ച സ്ഥാപനങ്ങളിൽ അവർ പഠിക്കാൻ പോകുന്നതിന് ആരും എതിരല്ല. പക്ഷേ കുടിൽ വ്യവസായം പോലെ കുട്ടികളെ ലേലം വിളിച്ച് കയറ്റി കൊണ്ടുപോകുന്നത്, അവരെവിടേക്കാണ് പോകുന്നത്, ആ സർവകലാശാലകൾക്കും കലാലയങ്ങൾക്കുമൊക്കെ അംഗീകാരമുണ്ടോ, അതോ വെറും പേപ്പർ സ്ഥാപനങ്ങളാണോ എന്നുള്ളതെല്ലാം അറിയേണ്ടതുണ്ട്. പല കുട്ടികളും കബളിപ്പിക്കപ്പെടുന്നു. ആ സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു ബില്ല് തയ്യാറാക്കിയിട്ടുള്ളത്. നിയമസഭയ്ക്ക് അകത്തും പുറത്തും പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയമാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി, അതിനെതിരായ അന്വേഷണമൊക്കെ. ആ വിഷയത്തിൽ എന്തെങ്കിലും പ്രതികരണമുണ്ടോ? ആ വിഷയത്തിൽ മുഖ്യമന്ത്രി തന്നെ സഭയ്ക്കകത്തും പുറത്തും പ്രതികരിച്ചിട്ടുള്ളതാണ്. അതിനപ്പുറമൊന്നും എനിക്ക് പ്രതികരിക്കാനില്ല. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇത്തരം കാവ്യവൽക്കരണം അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷനിൽ അത് ഈ NIT പോലുള്ള സ്ഥാപനങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലൊരു സ്ഥാപനമാണ്. സംസ്ഥാന സർക്കാരിന് അതിൽ എന്തെങ്കിലും ഇത്തരം നടപടികൾ എടുക്കാൻ പറ്റുമോ? സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സംസ്ഥാന സർക്കാരിന് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് അതിൽ പരിമിതികളുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും ഇതാണ് സംഘപരിവാർ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനം രാജ്യത്തെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകളാണ് ഇതൊക്കെ തന്നെ. ഗാന്ധിയെ ഇകഴ്ത്തുകയും ഗോഡ്സെയെ മഹത്വവൽക്കരിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുക എന്നുള്ളത്, അത് ഈ നാടിനെ എങ്ങനെയാണ് ഇവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ സൂചനയാണ്. കുറച്ചു കാലം കഴിയുമ്പോഴേക്കും കാലക്രമേണ ഗാന്ധി അപ്രത്യക്ഷനാവുകയും ഗോഡ്സെ ഈ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാര്യനായിട്ട് വാഴ്ത്തപ്പെടുകയും ചെയ്താൽ നമ്മൾ അതിശയിക്കേണ്ടതില്ല. അതാണ് ഹിന്ദു വർഗീയവാദികൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ
കിനിനിറങ്ങലുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വലിയ രീതിയിലുള്ള ഏകീകരണവും വർഗീയവൽക്കരണവും വലിയ രീതിയിലുള്ള കേന്ദ്രീകരണം ഈ മേഖലയിൽ സംഭവിക്കുകയാണ്. നിയമനവുമായി ബന്ധപ്പെട്ട് UGCയുടെ പ്രതിനിധികളായിട്ടുണ്ട്. അപ്പം ഈ സർവകലാശാലകൾക്ക് അവരുടെ പ്രതിനിധി നൽകാനായി ഗവർണർ അന്ത്യശാസനം നടത്തിയിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളാവുന്നുള്ളൂ. തീരുമാനങ്ങളാവുമ്പോൾ അറിയിക്കാം. സർവകലാശാലകൾ പ്രതിനിധികളെ അത് സർവകലാശാലകളുമായിട്ട് കൂടി ആലോചിക്കട്ടെ, എന്നിട്ട് അറിയിക്കാം. അല്ല, ഏകോപക്ഷീയമായി മുന്നോട്ട് പോയാൽ എങ്ങനെ നിയമ നടപടി തന്നെയാണോ? അത് സമയമാകുമ്പോൾ പറയാം. ഞങ്ങൾ കരുതുന്നു സമയമാവുമ്പോൾ പറയാം.